നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹസ്കേൽ പ്രവാചകനെ പറ്റി ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇസ്രായേൽ ജനത 70 വർഷക്കാലം ബാബിലോണിൽ തടവുകാരായിരുന്നു. വെറും തടവുകാരായിട്ടല്ല അവരവിടെ കഴിഞ്ഞിരുന്നത്. നാടുകടത്തപ്പെട്ടവരായി കഴിഞ്ഞുകൂടുവാൻ അവർക്കവിടെ സാധിച്ചു. വേണ്ടത്ര സ്വാതന്ത്ര്യം അവർക്കവിടെ ഉണ്ടായിരുന്നു. കൃഷി ചെയ്യാൻ അവർക്ക് ഭൂമി കിട്ടി. കച്ചവടവും കൈത്തൊഴിലും അവരവിടെ ആരംഭിച്ചു. ബാഹ്യജീവിതത്തിലെ ഇത്തരം വിജയങ്ങളൊന്നും അവരുടെ ഹൃദയവേദന നശിപ്പിക്കുവാൻ പറ്റിയതായിരുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള മോഹം എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരുന്നു. മനോഹരമായ യെരുശലേം ദേവാലയം തങ്ങളുടേതല്ലാതായിരിക്കുകയാണല്ലോ. ദേവാലയമില്ലാത്തതുകൊണ്ട് ബലിയർപ്പണവും ഇല്ലാതായിരിക്കുന്നു. അനിയന്ത്രിതമായ ബാബിലോണിയൻ ജീവിതം, വിജാതീയ ആചാരക്രമങ്ങൾ ഇവയൊക്കെ അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വല്ലാത്ത പ്രലോഭനത്തിനിടയാക്കിയിരുന്നു. അതുകൊണ്ട് നിരാശയിലും അന്ധകാരത്തിലുമായിരുന്നു ഇസ്രായേലുകാരുടെ ബാബിലോണിലെ ജീവിതം. അവർ തന്നെയാണ് അവരുടെ കഷ്ടതകൾക്ക് ഉത്തരവാദികൾ. അവരെ ഒരു ജനതയാക്കാൻ വേണ്ടി തുടർച്ചയായി അത്ഭുതങ്ങൾ ചെയ്ത നല്ല ദൈവത്തെ തങ്ങളുടെ കാരണവന്മാരെ പോലെ അവരും എതിർക്കുകയാണ് ചെയ്തത്. എല്ലാ ജനതകളിലും വെച്ച് ദൈവം അവരെ തൻ്റേതായി തിരഞ്ഞെടുത്തതാണ്. ശ്രേഷ്ഠ ജനതയായി ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. നാടുകടത്തപ്പെട്ട കാലം കരുണയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. നാടുകടത്തപ്പെട്ടവരിൽ ഒരുവനായിരുന്നു ഹെസക്കിയേൽ. അദ്ദേഹം പുറത്തൊരിടത്ത് തനിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവം പ്രത്യക്ഷനായത്. ആ പ്രഭ കണ്ട് കണ്ണഞ്ചിച്ചു പോയ ഹെസക്കിയേൽ നിലത്ത് സാഷ്ടാംഗ പ്രമാണം ചെയ്തു. ദൈവത്തിൻ്റെ ആജ്ഞാശബ്ദം കേട്ട ഹെസക്കിയേൽ ചാടി എഴുന്നേറ്റ്. ദൈവത്തിൻ്റെ ശബ്ദം ഇതായിരുന്നു: എതിർത്ത ജനങ്ങളിൽ ശേഷിച്ചവരുടെ അടുക്കലേക്ക് നിന്നെ വിടുകയാണ്. അവരെ കുറ്റപ്പെടുത്തുക. ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ സന്ദേശം നൽകുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യെസഖേലിൻ്റെ പിൻവശത്ത് എന്തോ വലിയൊരു ശബ്ദം അദ്ദേഹം കേട്ടു. അതോടെ ആ കാഴ്ച അപ്രത്യക്ഷമാവുകയും ചെയ്തു. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കോപത്തെപ്പറ്റി അത്യുത്സാഹത്തോടും കർക്കശമായ ഭാഷയിലും യെസഖിയേൽ പ്രസംഗിച്ചു. പക്ഷേ കേട്ടവർക്ക് അതത്ര മനസ്സിൽ പതിഞ്ഞില്ല. കള്ളപ്രവാചകന്മാർ സന്തോഷകരമായ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. ക്ഷുദ്രദേവന്മാർക്കുണ്ടാക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വിജാതീയ ലോകത്തിലേക്ക് തന്നെ ആകർഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ യെസഖിയേൽ പിന്നെയും തളർന്നില്ല. തൻ്റെ ഉത്തരവാദിത്വം എത്രയോ ഗൗരവമേറിയതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ജെറുസലേം വീഴാറായിരിക്കുന്നു എന്ന് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അവരത് വിശ്വസിച്ചില്ലെന്നു മാത്രമല്ല, മറിച്ചാണ് ധരിച്ചത്. അത്തരം നാശം ഒരിക്കലും യെരുശലേമിന് സംഭവിക്കില്ല. പക്ഷേ യെരുശലേം അടികൊണ്ടു. അപ്പോഴേ ജനഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടായുള്ളൂ. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുത്തൻ യെരുശലേമിനെ പറ്റി യെസഖിയേൽ ജനങ്ങളോട് പ്രസംഗിച്ചു. ആശയും പശ്ചാത്താപവും അവരുടെ ആത്മാക്കളെ വിശുദ്ധീകരിച്ചു. പ്രവാസകാലം അവസാനിച്ചപ്പോൾ നാടുകടത്തപ്പെട്ട ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ തയ്യാറായി. ഇസ്രായേലുകാർ വിനീതരായിട്ടാണ് പിന്നീട് തിരിച്ചു വന്നത്. ഇത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യെസഖേൽ പ്രവാചകനെ പറ്റിയുള്ള ഒരു ചെറിയ വരം. ഇത്ര മാത്രം. നന്ദി.